ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു വലിയൊരു വരുമാന മാർഗമാണ്. യാതൊരു മുതൽ മുടക്കുമില്ലാതെ ജനങ്ങളെ ചൂഷണം ചെയ്ത്, അതായത് വിശ്വാസികളെ ചൂഷണം ചെയ്ത് വലിയ സാമ്പത്തിക നേട്ടത്തിലേക്ക് എത്തിപ്പെടുന്ന പല ആത്മീയ ആൾക്കാരും ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് അവരുടെ രംഗപ്രവേശനം കൂടുതൽ ഇപ്പോൾ കാണുന്നത്. യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയാലും ഈ ആത്മീയ ആൾക്കാരുടെ ഒരു വിളയാട്ടം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടുതലും ചതിക്കപ്പെടുന്നത് വിശ്വാസികളായ സ്ത്രീകളാണ്. ഇവരെ ഇങ്ങനെ ഒരു സദസ്സ് രൂപീകരിക്കുക, ഇത് ഓൺലൈൻ സദസ്സ് മജ്‌ലിസ് മറ്റൊക്കെ സംഘടിപ്പിച്ച് പിന്നീടാണ് ഇവർ പിരിവ് എന്ന തരത്തിലേക്ക് പോവുക. ഇപ്പോൾ ഗൂഗിൾ പേയോ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എളുപ്പത്തിൽ ഇവർക്ക് പണം കരസ്ഥമാക്കാനുള്ള ഒരു വഴിയും കൂടിയാണ്. അതുകൊണ്ട് ഇത്തരം ആത്മീയ തട്ടിപ്പുകാരുടെ വലയിൽ ചൂഷണത്തിന് ഇരയാകാതിരിക്കാൻ വിശ്വാസികളായ സ്ത്രീകൾ ശ്രദ്ധിക്കണമെന്നാണ് ഈ അവസരത്തിൽ അപേക്ഷിക്കാനുള്ളത്. ഇവരുടെ വാക്കുചാരുതയിൽ ആകർഷകരായിട്ടാണ് പലവരും ഇവരുടെ കണിയിൽ അകപ്പെടുന്നത്. ഇവർ എന്തെല്ലോ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തികളാണെന്നുള്ള കാഴ്ചപ്പാട് കൂടിയിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ പല കാര്യങ്ങളും വിളമ്പുന്നത്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ആത്മീയപരമായി ചിന്തിക്കുന്നവർ ഒരിക്കലും തന്നെ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള പണം സമ്പാദിക്കാനുള്ള ഒരു വഴിയോ അവർ കണ്ടെത്തുകയില്ല. മറിച്ച് തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവർ മാത്രമാണ് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങനെയുണ്ട്, ഇങ്ങനെ ചെയ്താൽ മതി, അത് ചെയ്താൽ മതി എന്നുള്ള രീതിയിലൊക്കെ വിളംബരം ചെയ്യുക. അതുകൊണ്ട് തന്നെ നിഷ്കളങ്കരായവർ ഇവരുടെ ചതിയിൽ ചൂഷണത്തിന് വിധേയമാകുന്ന പല കാഴ്ചകളും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം ആത്മീയ ചൂഷകന്മാരുടെ വലയിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ഈ അവസരത്തിൽ വിനീതമായി ആവശ്യപ്പെടാനുള്ളത്.